ഹലോ! നമ്മളിന്ന് പോകുന്നത് പായിപ്പാടോട്ടാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കൺവെൻഷൻ തീരുന്ന ദിവസമാണ്. ഞാനും കുഞ്ഞും മോനുചേട്ടനും പിന്നെ മോനുചേട്ടൻ അനിയനും കൂടാണ് കേട്ടോ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ തലേന്നേ പോയി. ഞങ്ങള് വീട്ടീന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണാണെങ്കി 2 വാളൊക്കെ വെച്ചിട്ട് ആകെ ക്ഷീണിച്ച് കിടക്കുവാ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കൺവെൻഷൻ സ്ഥലത്തെത്തി. കൺവെൻഷൻ ഒക്കെ തുടങ്ങി ഏകദേശം കർത്തൃമേശയുടെ ഭാഗമായപ്പോഴാണ് നമ്മൾ ചെന്നത്. താമസിച്ച് ചെന്നത് കൊണ്ട് ഏറ്റവും പുറകിൽ ആ പൊരി വെയിലത്ത് ഇരിക്കേണ്ട വന്നു. അങ്ങനെ കുറച്ചു നേരം ആ വെയിലൊക്കെ കൊണ്ട് അവിടെ അങ്ങിരുന്നു. കുഞ്ഞിപ്പെണ്ണുങ്ങൾ രണ്ടും കൂടെ അതിനിടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിയോട് കളി. ചൂട് കൂടി വന്നതോടെ നമ്മൾ പയ്യെ ഫുഡ് കഴിക്കുന്ന പന്തലിലോട്ട് ഇങ്ങി പോകുന്നു. അവിടെ വന്നപ്പോഴോ നമ്മുടെ പള്ളിയിലെ സകല എണ്ണങ്ങളും അവിടെ ഉണ്ട്. കുട്ടിപ്പട്ടാളം മൊത്തം കിടന്ന് അവിടെ കളിയും തുടങ്ങി. ചേച്ചി അനിയത്തിയും ഭയങ്കര ഡാൻസ്. ആ പന്തലിലുള്ള ആരേലും ഒരാള് ഒരു സാധനം വാങ്ങിയ പിന്നെ അവിടെ നിൽക്കുന്ന കുട്ടിപ്പട്ടാളത്തിന് എല്ലാം ആ സാധനം വേണം. അതായിരുന്നു പിന്നെ അവിടുത്തെ സ്ഥിതി. ആ ഒരു സ്ഥിതി കാരണം അവിടെ വന്ന ഒട്ടുമിക്ക പേരും അവിടെയുള്ള കടക്കാർക്ക് കുറേ ലാഭം ഉണ്ടാക്കി കൊടുത്തു. ഈ പന്തലിലെ കളിയും ചാട്ടവും മറിച്ചിലും കഴിഞ്ഞപ്പോഴത്തേന് അപ്പുറത്തെ പന്തലിലെ പ്രാർത്ഥന കഴിഞ്ഞു. പിന്നത്തെ പരിപാടി ഫുഡ് കഴിക്കലാണ്. വലിയ തിരക്ക് കൂടുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡ് വാങ്ങി. ചോറൂണൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെയും കൺവെൻഷൻ നടന്ന പന്തലിലോട്ട് അങ്ങ് പോയി. അവിടെ കുറെ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പന്റെയും മോടേയും കാര്യം പിന്നെ പറയണ്ടല്ലോ. മോൾ ഇങ്ങനെ ഓടി നടക്കും, അപ്പൻ പുറകെ നടക്കും. ഒപ്പിക്കാവുന്ന മെനകളൊക്കെ ആ കുറച്ചു നേരം കൊണ്ട് പുള്ളിക്കാരി ഒപ്പിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വലിച്ചു പറക്കിയെടുക്കുക, കസാരയെ വലിഞ്ഞു കയറുക, ഇതൊക്കെയായിരുന്നു പരിപാടി. ചാട്ടവും മറിച്ചിലും ഒക്കെ കഴിഞ്ഞ് അമ്മയുടെ ചേട്ടത്തിയുടെ വീട് അവിടെ അടുത്താണ്. നമ്മൾ അവിടെ ഒന്ന് പോയി. അവിടെ വെച്ച് കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് കുളിപ്പിച്ചു. കുളിച്ചതിന്റെ എനർജിയാന്ന് തോന്നുന്നു. തിരിച്ച് വണ്ടി കയറിയപ്പോഴേക്ക് ആൾ ഉറങ്ങിപ്പോയി. തിരികെ പോരുന്ന വഴി നമ്മളെല്ലാം ഒന്ന് മാരാമണ്ണും ഇറങ്ങി. മാരാമണ്ണിലെ കാഴ്ചകളൊക്കെ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ കറക്കം കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലെത്തി. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.